ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മച്ചക്കുട്ടീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ്. 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചു സാധാ കേക്കിൻ്റെ ഡിസൈനൊക്കെ കൊടുക്കുന്ന പോലെ നോർമലായിട്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും അതുകൊണ്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റിയുടെ കാലഘട്ടമല്ലേ, അപ്പോൾ ഇതൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ വിപ്പ് ചെയ്ത ക്രീമിലേക്ക് കുറച്ച് ഡേറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം ബോർഡിൽ അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ലെയർ കേക്ക് വെച്ചെടുക്കാം. പിന്നെ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിവിടെ പാലിലേക്ക് ഡേറ്റിൻ്റെ പേസ്റ്റും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിതിലേക്ക് ഷുഗർ സിറപ്പായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആ ഒരു ഡേറ്റ് ഫില്ലിങ്സ് ആയിട്ടുള്ള ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ ഒരുപാട് വെക്കുന്നില്ല, ഒത്തിരി മധുരം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 kg ആയതുകൊണ്ട് 3 ലെയറായിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീമൊക്കെ വെച്ച്, തേർഡ് ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലെയറിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ആ ക്രീം വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കാം. അപ്പോൾ ഇത്രയും ഉള്ളൂ ഞാനിവിടെ ഡേറ്റിൻ്റെ പേസ്റ്റ് വെച്ചുള്ള ക്രീം ആക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ സാദാ ക്രീം തന്നെയാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത്രയും കഴിഞ്ഞാൽ കുറച്ചൊരു 5-10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ചൊന്ന് കോട്ട് ചെയ്യാം. സാധാ ക്രീമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രീം വെച്ച് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മോൾ ഭാഗവും സൈഡ് ഭാഗവും ഒരുപാട് ഡിസൈൻ അങ്ങ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡിസൈനായിട്ട് ഞാനിവിടെ ഓയിൽ ബ്രഷ് കൊണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ ബ്രഷിൻ്റെ ആ ഒരു ഡിസൈൻ വന്നോളൂല്ലോ. അപ്പോൾ 2 ഭാഗത്തും ഞാനിങ്ങനെ ഓയിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് 3 ഈത്തപ്പഴം ഞാനിവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വേണ്ടതെന്ന് കരുതി ഞാനിവിടെ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോൾസ് ഞാനിവിടെ 3 ബോൾസായിട്ട് വെച്ച് കേക്കിന് റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് ഉദ്ദേശിച്ചത്. ഒരുപാടങ്ങ് ക്രീമും വേണ്ടാത്ത രീതിയിൽ. ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല മധുരം കാണുമല്ലോ. അപ്പോൾ ഈ ക്രീമും കൂടെ ഒരുപാട് വരുമ്പോൾ ഒരുപാട് മധുരം അങ്ങ് ആയി പോകണ്ടെന്ന് കരുതിയാണ് ഈ ഒരു ചെറിയൊരു സിമ്പിൾ ഡിസൈൻ അങ്ങ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.